നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏതെങ്കിലും വഴിയരികിൽ ഞാൻ വീണ് മരിച്ചു എന്നാരെങ്കിലും പറയും. അപ്പൊ ഒന്ന് വരണം, അവസാനായിട്ട് എന്നെ ഒന്ന് കാണാം. രാധിക ഗംഭീരമാക്കി കളഞ്ഞല്ലോ. ഒരു ന്യൂ ഫേസിൽ നിന്നും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. രാധിക, യു ആർ ഗ്രേറ്റ്. താങ്ക് യു. മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനം തന്നെ എത്താൻ. തീർച്ചയായിട്ടും കണ്ടെടുത്തത് ലൈഫിൽ നിന്നല്ലേടോ, അപ്പൊ പിന്നെ അത് പരാജയപ്പെടില്ല. ഗുഡ് ജോബ്. താങ്ക് യു സർ. പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടി പറഞ്ഞതല്ലേ? ആ, എന്റെ മനസ്സിലും കൊണ്ടു. നമ്മുടെ അവസ്ഥ അറിഞ്ഞ ആരോ എഴുതി വെച്ച പോലെ. ഹലോ ചേച്ചി, ഷൂട്ടിംഗ് കഴിഞ്ഞോ? ആ, പാക്കപ്പായി. എന്താ? ആ, ചേച്ചി കണിമംഗലത്തേക്ക് വന്നാ മതി. അല്ല, അതെന്തിനാ? കാര്യമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല. അല്ല, ഞാനങ്ങനെ വന്നാ മറ്റുള്ളവരെ കാണില്ലേ? അത് നിനക്ക് പ്രശ്നാവില്ലേ? ഒരു കുഴപ്പമില്ല. ഞാനിവിടെ അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ധൈര്യമായിട്ടെങ്കിൽ പോര്. എടേ, ഞാൻ അമ്മയോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. അല്ല, എന്നിട്ടിനി കണിമംഗലത്തേക്ക് വരാന്ന് പറഞ്ഞ? എനിക്കതൊന്നും കേൾക്കണ്ട. ഇങ്ങോട്ട് എത്തിയേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യണമെന്ന്. ആ, പ്രിയേ. ഹലോ ഹലോ. എന്താടോ? പ്രിയ എന്നോട് കണിമംഗലത്തേക്ക് ചെല്ലാൻ. നല്ല കാര്യമല്ലേ? ഞാൻ ഒന്ന് വണ്ടി കയറാം, നമുക്ക് പോവാം. അല്ലാതെ ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? വിളിച്ചത് തന്റെ അനിയത്തിയല്ലേ? അപ്പോ തന്നെ കൊണ്ടുപോയി കണിമംഗലത്ത് നിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം. വണ്ടി കയറും. അല്ല വരും. എനിക്കൊന്നും കേൾക്കണ്ട. താൻ എന്റെ കൂടെ വരുന്നു, നമ്മൾ കണിമംഗലത്തേക്ക് ചെന്നിറങ്ങുന്നു. കേറങ്ങോട്ട് വാ. വേനൽ മഴ കിട്ടുന്ന പോലെ വല്ലപ്പോഴും ഒരു സന്തോഷം മനുഷ്യന് കിട്ടുന്നത്. അതിനിടയിൽ എതിര് പറഞ്ഞോണ്ടല്ലോ. എന്ത്? എന്നാ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.